ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് വീണ്ടും RSS പറയുകയാണ്. എന്തുകൊണ്ടാണ് RSS ഇത് പറയുന്നത്? ബംഗ്ലാദേശിൽ വലിയൊരു അട്ടിമറിക്ക് കളമൊരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായുള്ള അതിക്രമങ്ങളിൽ വീണ്ടും RSS ആശങ്ക പ്രകടിപ്പിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബംഗ്ലാദേശ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കടുത്ത പ്രതിസന്ധിയിലൂടെ ബംഗ്ലാദേശ് കടന്നു പോകുന്നു. അവിടെ റോഹിംഗ്യൻസ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. 10 ലക്ഷം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഭക്ഷണമില്ലാതെ വലിയ രീതിയിൽ അതിക്രമം തുടങ്ങിയിരിക്കുന്നു. മുഹമ്മദ് യൂനിസ് നരേന്ദ്രമോദിയെ കാണണമെന്ന് പറയുന്നു. അതിനിടയിൽ പട്ടാള അട്ടിമറിക്കുള്ള കളമൊരുങ്ങുന്നു. യൂനിസ് പട്ടാള മേധാവിയായിട്ടുള്ള വഖർ ഉസ് സമാൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോയി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. സാധാരണ ഇങ്ങോട്ടേക്കാണ് പട്ടാള മേധാവികളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ യൂനിസ് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ബംഗ്ലാദേശിൽ വരുന്നു. ഇതാണ് പറ്റിയ സമയം എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ RSS. എന്തായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇന്ത്യയുടെ കിഴക്കൻ അയൽക്കാരായ ഹിന്ദു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി ഇപ്പോൾ കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുകയാണ്. RSSന്റെ ഉന്നത തീരുമാനമെടുക്കൽ സമിതിയായിട്ടുള്ള അഖില ഭാരതീയ പ്രതിനിധി സഭ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന തീവ്ര ഇസ്ലാമിക ഘടകങ്ങളെ വിമർശിക്കുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിനോട് കൃത്യമായിട്ടും RSSന്റെ ഒരു മുന്നറിയിപ്പാണ്. RSS പറയുന്നത് ഇതാണ് പറ്റിയ സമയം. ബംഗ്ലാദേശ് ഇപ്പോൾ തീർത്തും ദുർബലമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. പല തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, പല തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, പല തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിൽ ബംഗ്ലാദേശ് ഉഴലുകയാണ്. ഇന്ത്യയുടെ ചിക്കൻ നെക്ക് നമുക്ക് വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചൈന ഇപ്പോൾ ഇന്ത്യയുടെ ആഭിമുഖ്യം പുലർത്തുന്നുണ്ട്. അമേരിക്കയാണെങ്കിൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. ഐക്യരാഷ്ട്ര സഭയടക്കം ഒന്നും പറയാൻ പോകുന്നില്ല. ഐക്യരാഷ്ട്ര സഭയെ പോലും ഇന്ത്യ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കേട്ട് മിണ്ടാതിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. പാകിസ്ഥാനിൽ പോലും ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള ദിനം ആചരിക്കാൻ പോയപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങളുടെ മേഖലയിൽ നടക്കുന്ന സകല ഭീകരവാദത്തിൻ്റെ ഉത്തരവാദിത്തം ഇന്ത്യക്കാണ്, അതായത് ബലൂചിസ്ഥാനിലെ ആക്രമണങ്ങളുടെ മറ്റും. എന്നാൽ ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയെ കൂടെ വിമർശിച്ചു. ഇങ്ങനെ ഒരാളെ ഇവിടെ വിളിച്ചിരുത്തി ഇന്ത്യ അപമാനിക്കരുത്. ഇന്ത്യ പറഞ്ഞത് ഭീകരവാദം എക്സ്പോർട്ട് ചെയ്യുന്നതേ പാകിസ്ഥാനാണ്. എവിടെയാണ് രാജ്യത്ത് ഭീകരവാദികൾ വരുന്നത്, എങ്ങനെയാണ് ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നത്, അവരുടെ സ്രോതസ് നോക്കിയാൽ പാകിസ്ഥാൻ്റെ പേരായിരിക്കും മുന്നിൽ വരിക എന്നാണ് ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയോട് പറഞ്ഞത്. ഐക്യരാഷ്ട്ര സംഘടന ഒരു കടലാസ് സംഘടനയായി മാറി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതാണ് പറ്റിയ സാഹചര്യം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ RSS കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന തീവ്ര ഇസ്ലാമിക ഘടകങ്ങളെ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് RSSന്റെ വാക്കുകളിലുള്ളത്. ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിക ഘടകങ്ങളുടെ കൈകളാൽ ഹിന്ദുക്കളും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളും നേരിടുന്ന നിരന്തരമായും ആസൂത്രിതമായുള്ള ആക്രമണം, അനീതി, അടിച്ചമർത്തൽ എന്നിവയിൽ അഖില ഭാരതീയ പ്രതിനിധി സഭ ഗുരുതരമായിട്ടുള്ള ആശങ്കയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് വ്യക്തമായും മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള കേസാണ്. ABPS പ്രമേയം പാസ്സാക്കുന്നതിനിടെ RSS അരുൺകുമാർ HAH സർക്കാർ വാഹ ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ ABPS വിമർശിച്ചു. കൂടാതെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ ഇത് വലിയ രീതിയിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പോരാത്തതിന് ഉലച്ചിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പ്രതികൂല ഫലങ്ങളെക്കുറിച്ചും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്. എന്തായാലും കഴിഞ്ഞ വർഷം കണ്ട ആക്രമണത്തിനും വിദ്വേഷത്തിനും സർക്കാരും സ്ഥാപനങ്ങളും നൽകുന്ന പിന്തുണയാണ് ഗുരുതരമായി ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് എന്നാണ് കൃത്യമായി RSS ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം ബംഗ്ലാദേശിലെ തുടർച്ചയായ ഭാരത് വിരുദ്ധ വാചാടോപങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സാരമായി ബാധിക്കും എന്നും പ്രമേയപ്രകാരം അഭിപ്രായം ഉണ്ടായി. കൂടാതെ ചില അന്താരാഷ്ട്ര ശക്തികൾ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തെ എതിർക്കുന്ന തരത്തിൽ അവിശ്വാസത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഭാരതത്തിന് ചുറ്റുമുള്ള മുഴുവൻ മേഖലയിലും അസ്ഥിരത വളർത്താൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പ്രമേയത്തിലൂടെ പറയുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സംരക്ഷണം, അന്തസ്സ്, ക്ഷേമം എന്നിവ ഉറപ്പാക്കണമെന്നും ധാക്കയുടെ കെയർടേക്കർ ഭരണകൂടത്തെ തുടർച്ചയായും അർത്ഥവത്തായതുമായ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും അത് ഇന്ത്യ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണെന്നും ഈ പ്രമേയത്തിലുണ്ട്. എന്തായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ മാർച്ച് 21 മുതൽ 23 വരെ കർണാടകയിലെ ബംഗളൂരുവിൽ ത്രിദിന കൺവെൻഷൻ നടത്തുകയാണ്. ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള സംഘർഷങ്ങളെല്ലാം തന്നെ അവർ വിലയിരുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്.
തീരുമാനിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ആടി ഉലയുകയാണ്. ബംഗ്ലാദേശിൻ്റെ മുഹമ്മദ് യൂനിസ് പട്ടാള മേധാവിയുടെ മുമ്പിൽ വളഞ്ഞു കുത്തിയിരിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പട്ടാള അട്ടിമറി അവിടെ ഉണ്ടാകുമെന്ന് പട്ടാള മേധാവി കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പട്ടാളത്തിന് ഭരണം പിടിച്ചെടുക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അവസരം അത് ഇന്ത്യ മുതലെടുക്കണം എന്നാണ് RSS കൃത്യമായി ഈ വാക്കുകളിലൂടെ ഇതിൽ അന്തരാർത്ഥം പൊളിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് കൃത്യമായി മുതലെടുക്കണം കേന്ദ്ര സർക്കാർ. ഇപ്പോഴാണ് നമ്മുടെ ചിക്കൻ നെക്കൊക്കെ നമുക്ക് വികസിപ്പിക്കാൻ പറ്റിയ സമയം എന്നുള്ളതും ഇതിനകത്തുണ്ട്. കാരണം ചൈനയും പാകിസ്ഥാനും പോരാത്തതിന് അമേരിക്കയും ഒന്നും തന്നെ ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാനായി വരില്ല. നേരത്തെ RSSന് പറഞ്ഞതുപോലെ, അതായത് കശ്മീർ വിഷയം നമ്മൾ UN കൊണ്ടുപോയി വച്ചിട്ട് എന്തായി, അതവിടെ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ സമയം കൊണ്ട് കശ്മീരിൽ നമ്മൾ ഇന്ന് ചെയ്തതുപോലെ അവിടെ മുഴുവൻ പട്ടാളത്തെ ഇറക്കി കൈക്കരുത്ത് കാണിച്ച് കശ്മീർ പിടിച്ചെടുത്തെങ്കിൽ കശ്മീർ എന്നേ ക്ലീനായി പോയേനെ എന്നാണ് RSS പറഞ്ഞത്. സമാനമായ രീതിയിൽ പാക് അധീന കശ്മീരും UN കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്കതിനുള്ള ശക്തിയുണ്ട്, നമ്മളത് ചെയ്താൽ മതി, ചോദിക്കാൻ ഒരാളും വരില്ല എന്നാണ് RSS എന്ന് പറഞ്ഞത്. സമാനമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ബംഗ്ലാദേശ് വിഷയത്തിൽ ഇന്നും RSSൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.